സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. താലന്തുകളുടെ ഉപമയാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 കാര്യങ്ങൾ വിശദമായിട്ട് വിവരിക്കപ്പെട്ട ഒരു അധ്യായമാണിത്. ഒന്നാമത്തെ കാര്യം 10 കന്യകമാരുടെ ഉപമയാണ്. രണ്ടാമത്തത് താലന്തുകളുടെ ഉപമ. മൂന്നാമത്തത് 25-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വിശ്വവിഖ്യാതമായ അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പറയുന്ന ഭാഗം. ഇത് മൂന്നും വളരെ വിശദമായിട്ടുള്ള രീതിയിലാണ് വിശുദ്ധ മത്തായി ശ്ലീഹ വിവരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൽ 25-ാം അധ്യായത്തിൽ ഈശോയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയുടെ എല്ലാ പ്രബോധനങ്ങളും വിശുദ്ധ മത്തായി ശ്ലീഹ ചുരുക്കുകയാണ്. കാരണം ഇതിന് ശേഷം ഈശോയുടെ രക്ഷാകര കർമ്മത്തിലെ അതിപ്രധാനമായ സംഭവങ്ങൾ വരികയാണ്. 26-ാം അധ്യായത്തിൽ പെസഹ വിരുന്നാണ്. പിന്നീട് ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണം. മനുഷ്യപ്രകൃതിയിലുള്ള തൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി എന്ന് ഈശോ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് താൻ പറഞ്ഞതെല്ലാം ചുരുക്കി ഈശോ ഈ 25-ാം അധ്യായത്തിൽ മത്തായി ശ്ലീഹായുടെ ഈ സുവിശേഷ ഭാഗത്ത് പ്രബോധനങ്ങളെയെല്ലാം ചുരുക്കി പറയുന്നത്. അങ്ങനെയായിട്ടാണ് മത്തായി ശ്ലീഹ ഈ സുവിശേഷ ഭാഗത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വർഗപ്രാപ്തിക്കുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ് എന്ന് അന്ത്യവിധിയിലൂടെ ഈശോ പറഞ്ഞു കഴിഞ്ഞു. ഇനി 10 കന്യകമാരുടെയും താലന്തുകളുടെ ഉപമയിലൂടെ അതിന് മുന്നോടിയായിട്ട് ഈശോ പറയുന്ന ഇതെല്ലാമാണ്. പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ താൻ തിരിച്ചു വരും. ഈ കാലത്തിനിടയ്ക്ക് നിങ്ങൾ അസ്വസ്ഥരാകരുത്, അലസരാകരുത്. മറിച്ച് ഈശോ നൽകിയ പ്രബോധനങ്ങൾ ജാഗ്രതയോടെ സൂക്ഷിച്ചുകൊണ്ട് അത് ജീവിക്കുക. ജീവിക്കുമ്പോൾ സ്വർഗപ്രാപ്തിക്ക് യോഗ്യതയുള്ളവരായിട്ട് മാറും. അതിനെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ടാണ് താലന്തുകളുടെ ഉപമയും 10 കന്യകമാരുടെ ഉപമയും ഈശോ പറയുന്നത്. കഴിഞ്ഞ മുൻ ആഴ്ചകളിൽ 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് നാം ധ്യാനിച്ചതാണ്. ഇപ്പോൾ ഇത് പള്ളിക്കൂദാശക്കാലത്തിൻ്റെ 2-ാം ഞായറാഴ്ച നമുക്ക് താലന്തുകളുടെ ഉപമ ധ്യാനിക്കാനായിട്ട് തിരുസഭ നൽകുന്നു. പള്ളിക്കൂദാശക്കാലത്തിൻ്റെ പ്രധാന പ്രമേയം തിരുസഭയും യുഗാന്ത്യോന്മുഖതയുമാണ്. അതുകൊണ്ടാണ് യുഗാന്ത്യോന്മുഖതയെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മളെ സഹായിക്കുന്ന അതടിസ്ഥാന പ്രമേയമായിട്ടുള്ള ഉപമകൾ ഈ ദിവസങ്ങളിൽ ഞായറാഴ്ചകളിൽ നമുക്ക് പഠിക്കാനായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് തിരുസഭ നൽകുന്നത്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പെസഹായ്ക്ക് മുമ്പുള്ള ചൊവ്വാഴ്ച ഈശോ ഈ ഉപമ ജെറുസലേമിൽ വെച്ച് പറഞ്ഞതായിട്ടാണ്. ഈ ഉപമയെക്കുറിച്ച് ലൂക്കാ സുവിശേഷകനും വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം വ്യത്യസ്തമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10 നാണയങ്ങൾ നൽകിയിട്ട് പോകുന്ന ഒരു പ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുത്തിട്ട് ദൂരദേശത്തേക്ക് പോകുന്ന രാജാവോ അല്ലെങ്കിൽ അതുപോലെ പ്രഭുവായിട്ടുള്ള ആളോ ഒക്കെയാണ്. ആരാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ സൂചനയില്ലതാനും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാരസംഗ്രഹം. ഈ ഉപമയുടെ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അങ്ങനെയാണ് മത്തായി ശ്ലീഹ എഴുതുന്നത്. ഭൃത്യന്മാരെ വിളിച്ച് അവർക്ക് 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുക്കുന്നു. 5 താലന്തും 2 താലന്തും കൊടുത്തവർ ഈ പ്രഭു തിരിച്ചു വന്ന സമയത്ത് അത് വർദ്ധിപ്പിച്ച് 5 താലന്തുള്ളവൻ 10 താലന്തും 2 താലന്തുള്ളവൻ 4 താലന്തുമായിട്ട് അത് തിരിച്ചു കൊടുക്കുന്നു. 1 താലന്തുള്ളവൻ അവൻ പറയുന്നു, ഒന്നും വർദ്ധിപ്പിച്ചില്ല, എനിക്ക് ഭയമായിരുന്നു, അതുകൊണ്ട് ഞാനത് കുഴിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അവനെ ശകാരിക്കുന്നു, അവനെ ശിക്ഷിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സാരസംഗ്രഹം. നമുക്കിതിൻ്റെ ഈ ഉപമയ്ക്ക് ഒരുപാട് ദൈവശാസ്ത്ര മാനങ്ങളുണ്ട്. നമുക്കിതിൻ്റെ ദൈവശാസ്ത്ര മാനങ്ങളിലേക്ക് വന്നാൽ ഈ യാത്ര പുറപ്പെടുന്ന ഈ പ്രഭു ഈശോ തന്നെയാണ്. തിരിച്ചുള്ള വരവ് 2ാമത്തെ ആഗമനമാണ്. ഈ താലന്ത് എന്ന് പറയുന്നത് സുവിശേഷമാണ്. കണക്കെടുപ്പ് ഈ സുവിശേഷം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള കണക്കെടുപ്പാണ്.
താലന്തുകൾ നമ്മൾ ഓർക്കുക, ഒരു താലന്ത് എന്ന് പറയുന്നത് തന്നെ ഒരു താലന്ത് 6000-ഓളം ധനാറായാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ 5 താലന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 83 വർഷക്കാലം കൂലി കൊടുക്കുക. ഒരു ധനാറയാണ് ഒരു ദിവസത്തെ കൂലി കൊടുക്കാനുള്ളതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ആയുസ് എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആയുസ് കാലഘട്ടത്തിൽ എങ്ങനെ സുവിശേഷം പാലിച്ചു, എങ്ങനെ സുവിശേഷത്തെ വളർത്തി എന്നതാണ് അവസാനത്തെ നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. എനിക്ക് അനുഗ്രഹം നേടാൻ, എനിക്ക് സ്വർഗപ്രാപ്തിയിലേക്കുള്ള മാനദണ്ഡം ഞാൻ സുവിശേഷത്തെ എങ്ങനെ വളർത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ ദൈവശാസ്ത്ര ചിന്ത ഇതാണ്. ഈശോ ഇത് ജെറുസലേമിൽ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട് ഇത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ഞാനിതാ ഉടൻ തന്നെ നിങ്ങളെ സുവിശേഷം ഏൽപ്പിക്കുന്നു എന്ന ധ്വനിയാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്. ഈ താലന്ത് എന്ന് പറയുന്നത് നിയമവും പ്രവാചകന്മാരുമാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള ആ താലന്തുകളാണ് നൽകിയത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നാലാമത്തത്, ഈ സുവിശേഷ ഭാഗത്തിലെ നാലാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അത് സുവിശേഷം തന്നെയാണ്. ഈ താലന്തുകൾ സുവിശേഷം തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വന്നാൽ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. നാം എങ്ങനെയാണ് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട സുവിശേഷം വളർത്തുന്നത്? നമ്മൾ നാലാമത്തെ ഗഹന്ത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങ് തന്ന മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. പരമ്പരാഗതമായി സ്വീകരിച്ച സുവിശേഷത്തെയും സുവിശേഷ മൂല്യത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഒക്കെ എങ്ങനെയാണ് ഈ തലമുറയെ ഞാൻ വളർത്തുന്നത്? ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ട രീതിയിൽ കൈമാറി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഭാഗത്തെ രണ്ടാമത്തെ സൂചന ഇതാണ്. എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകളാണുള്ളത്. ദൈവം എല്ലാവർക്കും ഒരുപോലുള്ള കഴിവുകളല്ല നൽകുന്നത്. പക്ഷേ കഴിവുകളുടെ വ്യത്യാസം നമ്മുടെ യോഗ്യതയെ നിർണയിക്കുന്നില്ല എന്ന് തന്നെയാണ്. 5 താലന്തുള്ളവനും 2 താലന്തുള്ളവനോടും ഒരേ മറുപടി തന്നെയാണ് ഈ യജമാനൻ പറയുന്നത് എന്നോർക്കുക. അതുകൊണ്ട് എനിക്ക് കിട്ടിയ താലന്തുകളല്ല, ഞാൻ എങ്ങനെ ആത്മാർത്ഥമായിട്ട് അതിനെ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് നമ്മുടെ കഴിവുകളാകാം. ദൈവം തന്ന ഏതെല്ലാം ദാനങ്ങളും എങ്ങനെയാണ് നമ്മൾ വളർത്തിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഈ താലന്തുകളുടെ വർധനവ് അത് യജമാനനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്. ഈ ഒരു താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിട്ടതിന് കാരണം പറയുന്ന ഇതാണ്, യജമാനനെ അങ്ങ് കഠിന ഹൃദയനാണെന്നും വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തിന് ശേഖരിക്കുന്നവനുമാണെന്ന് ഞാൻ അറിഞ്ഞതിനാൽ ഇത് കുഴിച്ചിട്ടു എന്നാണ്. അപ്പോൾ എൻ്റെ താലന്തുകളെ ഞാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ ആ താലന്തുകൾ നൽകിയവനുമായിട്ട് എനിക്ക് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകണം എന്ന് പറയാം. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് താലന്തുകൾ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തത് പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇത് തന്നെയാണ്. എനിക്ക് നൽകപ്പെട്ട അതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ 1-2 പോസ്റ്റുകൾ ഇടാനായിട്ടിടയായി. അത് ഒരു പോസ്റ്റ് ഇതായിരുന്നു, ടൈം മാഗസിൻ ഈശോയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ എഡിഷൻ, ജീസസ് എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ എഡിഷൻ, ഹൂ വാസ് ഹീ ആൻഡ് ഹൂ ഈസ് ഹീ എന്നുള്ള 2 ടൈറ്റിലുകളിൽ നിന്ന് ഏകദേശം 90 പേജുകളോടുള്ള ആർട്ടിക്കിളോട് ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ, അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഇട്ടു. പിന്നീട് രണ്ടാമത് ഇലോൺ മസ്കിൻ്റെ വലിയൊരു സാക്ഷ്യം, ജീസസ് ഈസ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യിലൊരു ബാനർ ഏന്തി നിൽക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തത്, അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഐ വിൽ മേക്ക് ക്രിസ്ത്യാനിറ്റി ബാക്ക് ടു അമേരിക്ക എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച്. ഐ വിഷ് ദാറ്റ് എവരിബഡി ഇൻ അമേരിക്ക ഹോൾഡ്സ് എ ബൈബിൾ ഇൻ എവരിബഡീസ് ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രബോധനം. ഇത് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ റീച്ചൊക്കെ നോക്കുമ്പോൾ 4000-3000 ഒക്കെ പേരിലേക്ക് ചെന്നിട്ടുണ്ട്.
പക്ഷേ അത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തവർ തീരെ വിരളമാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അത് ഷെയർ ചെയ്തിരുന്നു? അപ്പോൾ അദ്ദേഹം പറയുന്നു, അതൊക്കെ ഷെയർ ചെയ്യേണ്ട കാര്യം എന്തായിരിക്കുന്നത്, അതൊക്കെ കണ്ടാൽ പോരെ, അങ്ങനെ നമ്മൾ തീവ്ര ചിന്തയൊക്കെ പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുക. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഈ ആധുനിക കാലഘട്ടത്ത് സുവിശേഷത്തെ വളർത്തുന്നതും ഈശോയെക്കുറിച്ചുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്നതുമൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയല്ലേ? അതിന് പോലും നമുക്ക് കഴിയാത്ത രീതിയിൽ നമ്മളാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈശോയെക്കുറിച്ചൊന്ന് കാര്യമായിട്ട് പറയുന്നത് പോലും അത് തീവ്രവാദമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വരെ നമ്മുടെ ആളുകൾ മാറിപ്പോയിരിക്കുന്നു. അത്രമാത്രം അനാവശ്യമായ മതേതര ചിന്ത, മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ പോലും പ്രഘോഷിക്കാൻ കരുത്തില്ലാത്തവരായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയത്ത് വഖഫ് എന്ന് പറയുന്ന അനീതിപരമായിട്ടുള്ള ഒരു നിയമം, അതിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട ഒരാളുടെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അത് 1000-വും 2000-വും മുതൽ 10,000-കണക്കിന് ആൾക്കാർ അത് ഷെയർ ചെയ്യുകയാണ്. നോക്കൂ, ഒരു സ്ഥലത്ത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള കാഴ്ചപ്പാട്, ഇവിടെ ശരിയായ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ള ദയനീയ അവസ്ഥ. താലന്തുകളുടെ ഉപമ ശരിക്കും നമ്മുടെ കഴിവുകളെക്കുറിച്ച് ആണ് എന്ന് നമുക്ക് പറയാമെങ്കിലും ഈ ഉപമയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ ഈശോ പറയുന്നത് ഈശോയുടെ രണ്ടാം വരവും അതിനിടയ്ക്കുള്ള സമയത്ത് നമ്മളെങ്ങനെ സുവിശേഷത്തെ വളർത്തി, എങ്ങനെ പ്രതിബദ്ധതയോടെ സുവിശേഷം സ്വീകരിച്ചു, എങ്ങനെ അത് മറ്റുള്ളവർക്ക് കൈമാറി എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ നമുക്ക് ഈ താലന്തുകളുടെ ഉപമയെക്കുറിച്ച് ധ്യാനിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.